എക്സാം കാപ്സ്യൂൾ. എല്ലാ ശ്രോതാക്കൾക്കും എക്സാം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. കേരള PSC നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിലൊന്നാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് മത്സര പരീക്ഷ. ഇന്നത്തെ എക്സാം ക്യാപ്സ്യൂളിൽ LGS പരീക്ഷയുടെ പൊതുവിജ്ഞാനം എന്ന വിഷയത്തിൽ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു ഡിവിഷണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ MR രവികുമാർ. ബിരുദ യോഗ്യതയില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ സർവീസിലേക്ക് എത്തിച്ചേരുവാനുള്ള ഏറ്റവും നല്ല സുവർണ അവസരമാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പരീക്ഷയിലൂടെ കൈവന്നിരിക്കുന്നത്. മൊത്തം 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ പരീക്ഷയിൽ 20 മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും ഉൾപ്പെടുന്ന ചോദ്യങ്ങളും ശേഷിക്കുന്ന 80 മാർക്ക് പൊതുവിജ്ഞാനം, ആനുകാലിക വിഷയങ്ങൾ, സയൻസ്, പൊതുജനാരോഗ്യം ഇവ ഉൾപ്പെടുന്നത് ചേർന്നായിരിക്കും വരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊതുവിജ്ഞാനത്തിലെ 40 മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പരീക്ഷയിൽ പൊതുവിജ്ഞാന ഭാഗത്ത് നിന്ന് 40 ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ബൃഹത്തായ പഠന ഭാഗങ്ങളാണ് ഈ 40 മാർക്കിൻ്റെ പരിധിയിൽ PSC ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനം ഈ ഭാഗത്ത് നിന്ന് ഓരോ ഉദ്യോഗാർത്ഥിയും നടത്തേണ്ടതായിട്ടുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ 1947 ഓഗസ്റ്റ് 15 ഇടയിലുള്ള സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ പഠിക്കേണ്ടതാണ്. ഇതിനായി 1850, 1860 അങ്ങനെ ഓരോ 10 വർഷങ്ങൾക്കിടയിലുള്ള സംഭവങ്ങൾ ക്രമം തിരിച്ചു പഠിച്ചാൽ ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ ഓർത്തു വെക്കുവാൻ സഹായിക്കും. ഉദാഹരണത്തിന് 1880-നും 1890-നും ഇടയിലുള്ള സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം മനസ്സിലേക്ക് കടന്നുവരും. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികൾ, സംഭവങ്ങൾ ഇവ ഓരോന്നും ഒരു ഓർഡറായി പഠിക്കുവാൻ സാധിക്കും. INCയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടന്ന വർഷവും ആ സമയത്ത് INCയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വ്യക്തികളും അവരുടെ സംഭാവനകളും വളരെ വേഗത്തിൽ ഓർത്തെടുക്കുവാൻ സാധിക്കും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ലാഹോർ സമ്മേളനം. 1929 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ PSC പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. തുടർന്ന് GKയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ സംഭവങ്ങൾ പഠിക്കുമ്പോൾ പഞ്ചവത്സര പദ്ധതി വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഭിലായ്, റൂർക്കേല, ഉരുക്ക് നിർമ്മാണ ശാലകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഓരോ പഞ്ചവത്സര പദ്ധതിയും മുന്നോട്ട് വെച്ച പ്രധാന മേഖലകൾ, സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ തുടങ്ങി നീതി ആയോഗിൻ്റെ രൂപീകരണം മുതൽ അതിൻ്റെ ഉന്നത പദവി അലങ്കരിച്ചിരുന്ന വ്യക്തികൾ വരെ കൃത്യമായി വിശകലനം ചെയ്ത് പഠിക്കേണ്ടതാണ്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ അർത്ഥശങ്കയില്ലാത്ത വിധം സോൾവ് ചെയ്യുന്നതിന് ഇവയെല്ലാം സഹായകമാകും. മറ്റു പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകന്മാർ, അവർ നയിച്ച സമരങ്ങൾ, രചിച്ച പുസ്തകങ്ങൾ, അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ, ഇതോരോന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കത്തക്കവണ്ണം ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതാണ്. 1920 മുതൽ 1940 വരെയുള്ള കാലഘട്ടത്തിലെ സംഭവങ്ങൾ കാലഗണനാ ക്രമത്തിൽ PSC പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതി പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് പഠിക്കേണ്ട ഭാഗമാണ്. ഇന്ത്യയുടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ, ആദ്യമായി ഉപഗ്രഹ വിക്ഷേപണം നടത്തിയത് മുതൽ ചന്ദ്രയാൻ ദൗത്യം വരെയുള്ള കാലഘട്ടം ചോദ്യങ്ങളുടെ കലവറയാണ്. കലാ സാംസ്കാരിക മേഖലയിലും സാമ്പത്തിക സാഹിത്യ മേഖലയിലും കായിക മേഖലയിലും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. കേരള PSC നടത്തുന്ന LGS മത്സര പരീക്ഷയ്ക്ക് പൊതുവിജ്ഞാനം എന്ന വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ഡിവിഷണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ MR രവികുമാർ. നാളെ LGS പരീക്ഷയുടെ ഭൂമിശാസ്ത്രം, ഭരണഘടന എന്നീ വിഷയത്തെക്കുറിച്ചുള്ള അധ്യായം കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.